ഒരു കായിക താരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലേക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ.
उमा, क्या हुआ उसको? डॉक्टर क्या हुआ? कॉल द एम्बुलेंस। हाँ हाँ है, गाड़ी ले लो। सब लोग हटो, रास्ता दो। कॉल अ टैक्सी। എന്നാ ഞങ്ങള് പോയിട്ട് ആ വരാം. ശരി, എന്നാ നാട്ടിലേക്ക്? നോക്കാം. മോള് പഠിക്കില്ലേ? ആ ബാലൊന്നും പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ആ കുഴപ്പമില്ല, താനടക്കി വിളിക്ക്. ഓ തീർച്ചയായും. ആ. 10-25 വർഷങ്ങൾ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അത്രേ ഉള്ളൂ. ഇനി എന്നാ പഴയ പോലെയൊക്കെ ഒന്ന് കൂടാൻ കഴിയുക? അതൊക്കെ കൂടാൻ പറ്റും. ജീവിതം ഇങ്ങനെ കിടക്കല്ലേ. അപ്പൊ ശരി. ആ, കാണാം. ആ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. താൻ ആ കുമാർ സാഹിബിനെ ഒന്ന് കാണണം. കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തന്റെ റോയൽറ്റി അദ്ദേഹം പാസ്സാക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർക്കെന്നാ നമ്മുടെ കാര്യത്തിൽ വിഷമം? നമ്മുടെ പാട് നമുക്കല്ലേ അറിയൂ. അയാൾ അങ്ങനെ ഒരാളല്ലടോ. ഇത്തിരി മനുഷ്യപ്പറ്റുള്ള കൂട്ടത്തിലാ. ശരി, പോയി നോക്കാം. താൻ തെളിച്ചില്ലേ? ശരി. ആ ചലോ. ശരി. പപ്പാ വന്ന് കഴിക്ക്. ആ. ചോറ് ചൂടാറോ? അയാളുടെയും ഫേവറേറ്റ് ആയിരുന്നു സൈകൾ. അങ്ങനെ അയാളും ഇവിടെ വിട്ടു. ഇനിയിപ്പോൾ ആരും ഇങ്ങോട്ട് വരാനാ? ഈ വാശിയൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? എനിക്ക് നാടൊക്കെ കാണണമെന്നുണ്ട്. അതിനോട് ആരുണ്ടായിട്ടാ മോളെ? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അവിടെ ആകുമ്പോ വേണങ്ങളൊക്കെ ഇല്ലേ? പഠിത്തമൊക്കെ കഴിയട്ടെ, നോക്കാം. ശരിക്കും? എന്തായി തരുന്നേ? അതോ, ഞാൻ ഒരു ഡിസ്ക് തരികയായിരുന്നു, ആ ബ്ലാക്ക് സ്വാൻ. അതിപ്പോൾ നോക്കിയിട്ട് ഇവിടെ കാണാനില്ല. അത് പപ്പ തന്നെയല്ലേ വേണുങ്കളുടെ അടുത്ത് കൊടുത്തേ? ആ ശരിയാണല്ലോ, ഞാനത് മറന്നു. മറ്റേ പള്ളി ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ശരി. ആ മോളെ, അതെ, നമുക്കിന്ന് പുറത്തു പോവാം. എന്താ വിശേഷിച്ച്? നിന്റെ പിറന്നാളൊക്കെ മറന്നോ? അത് മറ്റന്നാളല്ലേ? അന്ന് അമ്മയുടെ ഓർമ്മയല്ലേ? ഇത് നമുക്ക് ഇന്ന് ആഘോഷിക്കാം. ആഘോഷിക്കാനോ? നമ്മൾ ഇതുവരെ ആഘോഷിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ? അങ്ങനെ ആഘോഷമൊന്നുമല്ല. മനുഷ്യനായാൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? നമുക്കിന്ന് പുറത്തു പോവാം. പെട്ടെന്ന് റെഡിയാവും. ആ
हाँ हाँ, हम यहाँ पे ही हैं। कौन सा फ्लोर है? ऊपर है। ম্যাডাম हाँ हाँ। ম্যাম ব্লাড দিয়ে দিয়েছি আমি নিচে ল্যাবে আমার ডক্টর আপনার অপেক্ষা করছে। ठीक है। ओके साहब यही है वो लड़की। कम कम प्लीज सिट डाउन। ये ट्रीटमेंट का एक्सपेंस कम से कम 3 लाख होगा। इन्होंने आपके सिचुएशन के बारे में बताया है, बट मैं आपको सिर्फ 50,000 का ही रिडक्शन दे सकता हूं। सर प्लीज ट्राई टू अंडरस्टैंड, हमारे पास इतने पैसे नहीं है और मैं इतने पैसे नहीं अरेंज कर पाऊंगी। कोई अलग रास्ता है क्या, लाइक किडनी डोनेशन? वेल, अगर आप ऐसा कोई रास्ता अपनाना चाहें तो हम देखेंगे। आप अपना टेलीफोन नंबर यहां लिख दीजिए। अगर ऐसा कोई भी सिचुएशन आ गया तो मैं आपको जरूर इन्फॉर्म करूंगा। थैंक यू सर। ओके, ठीक है। थैंक यू। बाय। हेलो, हु इज दिस? मैं डॉक्टर दीपन चटर्जी बोल रहा हूँ। इज इट मिस उमा? हाँ सर बोलिए। मैंने तुम्हारे प्रॉब्लम के लिए एक सोल्यूशन निकाला है। तुम मुझे पर्सनली आके कल 4:30 को मिलो, हम डिस्कस करेंगे डिटेल में। ओके? हाँ ठीक है सर। मैडम, आपको डॉक्टर जी बुला रहे, आइए। बैठिए। थैंक यू सर। मीट मिस्टर विजू शाह। मिस्टर शाह, शी इज मिस उमा। हाय, हेलो। ही विल एक्सप्लेन यू समथिंग। मैं एथिक मेडिकल का रिसर्च कोऑर्डिनेटर हूं। हमारे एक इंटरनेशनल फर्म है विद ब्रांचेस ऑल ओवर द वर्ल्ड। हम अपने रिसर्च के लिए बहुत सारे ह्यूमन ट्रायल्स भी करते हैं। विलिंग पर्सन के लिए अच्छा रेम्यूनरेशन भी देते हैं। अगर आप विलिंग हैं तो मैं आपको पूरी इंफॉर्मेशन देता हूं। डोंट वरी उमा, ये आपके लिए एक मौका समझिए। ये लोग है ना, आपके पापा के ट्रीटमेंट का पूरा खर्चा संभाल लेंगे। इस एक्सपेरिमेंट का ड्यूरेशन 3 मंथ्स का है। ड्यूरिंग दिस पीरियड हम तुम्हें एक असिस्टेंट डॉक्टर भी दे देंगे। सी, हर एक्सपेरिमेंट का एक रिस्क फैक्टर भी होता है, लेकिन इसमें डरने की कोई बात नहीं है और हमारा फेलियर रेट बहुत कम है। दैट्स ओनली 3% कंपेयर टू अदर फर्म्स। फाइन सर, आई एक्सेप्ट इट। പപ്പാ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുഴപ്പമില്ല, മാറിക്കോളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കോ? നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാലോ? എൻ്റെ ഒരു ഫ്രണ്ട് ഓപ്പറേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നേരിട്ടുണ്ട്. നീ വിചാരിക്കും പോലെയൊന്നുമല്ല, അതിൽ നിസ്സാര പണമൊന്നും പോരാ. 3 ലക്ഷം പോരെ? ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് ആരെങ്കിലും സഹായിക്കാന്ന് വെച്ചാൽ തന്നെ നമുക്ക് തിരികെ കൊടുക്കാൻ പറ്റുമോ മോളെ? അതപ്പോഴല്ലേ, അതൊന്നും ഓർത്ത് പപ്പ വിഷമിക്കണ്ട. നീ വിചാരിക്കും പോലെയൊന്നുമല്ല ആളുകൾ. ഇനി അഥവാ സഹായിക്കാന്ന് വെച്ചാൽ തന്നെ അവരുടെ ഉദ്ദേശം എന്താ? നോക്ക് പപ്പ, പപ്പ.
उमा, सर्जरी ट्यूसडे मॉर्निंग 9:30 को करेंगे. तुम परेशान मत होना. आइए. उमा, एक बात और. तुम्हारा ट्रायल के पहले एक फुल बॉडी चेकअप करना होगा. उसमें कुछ घंटे लगेंगे. ऑल द बेस्ट. थैंक यू. Mr. Rajlash, my box. Thank you. Please come. Uma, Dr. Reggie. Hi, good morning. Morning. Can I see the test reports, please? Sure. 1 second. And the full body report? Yes. All right. Get this ready. Sir. How are you? Fine. Let me check your pulse. Malayali aanle? Nothing to worry. Okay. Come in. Irikyo. How do you feel now? I'm all right. That's good. Tea or coffee? Nothing. 2 coffee, please. Sure. നാട്ടിൽ എവിടെയെന്നാ പറഞ്ഞേ? നാട്ടില് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഓ, നാട്ടിൽ പോണ കാര്യം പറയണ്ട. പപ്പ അപ്പ ദേഷ്യപ്പെടും. അത് ശരി. ഡോക്ടറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെയോ? അമ്മ, അനിയൻ, എനിക്കൊരു അനിയത്തിയുണ്ട്. ഞാൻ എൻ്റെ നമ്പർ തരാം. ഇത് കയ്യിൽ വെച്ചോളൂ. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. കോഫി എടുക്കാം. താങ്ക് യു. താങ്ക്സ്. എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ചേഞ്ച് പോലെ തോന്നിയാലും ഡു അപ്ഡേറ്റ് മീ. ഇരിക്കൂ. ഇതാ ഞാൻ പറഞ്ഞ ഫ്രണ്ട് റെജി. മലയാളിയാണ്. പേടിക്കണ്ട, എല്ലാം ശരിയാവും. റെസ്റ്റ് എടുക്കും. ഞാൻ ചെല്ലട്ടെ. ഉമ്മ ഒരു മിനിറ്റ്. ധാരാളം വെള്ളം കുടിക്കണം. നമ്മളെന്നെടുത്ത് സെക്കൻഡ് ഡോസാണ്. ബി കെയർഫുൾ. ഓക്കെ. ഓക്കെ. മോളെ പപ്പ വിഷമിക്കാതെ. ഒന്നുമില്ല, പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ?
संभाल के। वो कैसे हैं? He is fine. ചുമ്മാ ടെൻഷൻ ആവണ്ട. വരൂ. ഉമ്മ പ്ലീസ് എന്തെങ്കിലും കഴിക്കൂ. ഉമ്മക്ക് ക്ഷീണം വരാതെ നോക്കേണ്ടത് ഇപ്പം എൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് സർജറി. ഞാൻ ഡോക്ടറോട് പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്. ഹേയ്, ഓപ്പറേഷൻ സക്സസ്ഫുൾ. പപ്പേനെ മിക്കവാറും ഇപ്പം തന്നെ ICUലേക്ക് മാറ്റും. ബി ഹാപ്പി. എന്നിട്ട് കഴിക്കേ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരെ കാണുകയും ചെയ്യാം. ഓക്കെ, കുടിക്കേ.
ശരി, കേറുന്നില്ലേ? പിന്നീടാവാം. കേറിയിട്ട് പോവാം. ഓൾറൈറ്റ്. അമ്മയുടെ ഫോട്ടോ ആണോ അത്? ഓക്കെ. ഇതൊരുപാട് പഴയ കളക്ഷൻസ് ആണല്ലോ. ഇതെല്ലാം പഴയ എൽപ്പികളാ. ഓ, പപ്പയ്ക്ക് പുതിയ പാട്ടൊന്നും ഇഷ്ടമല്ല. പാട്ട് കേൾക്കണമെങ്കിൽ ഇതിൽ കേൾക്കണമെന്നാ പറയാ. ഞാൻ ഇതുവരെ ഇത് പ്ലേ ചെയ്ത് കേട്ടിട്ടില്ല. മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ക്യാൻ യു പ്ലേ ഇറ്റ്? ഷുവർ. ഇതൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് പ്ലേ ചെയ്യുന്ന കാണുന്ന തന്നെ ഒരു ഫീലാ. പപ്പയുടെ ഫേവറേറ്റ് ആയിരുന്നു സൈഗാൾ. ഇത് കേൾക്കുമ്പോൾ പപ്പ കൂടെയുള്ളത് പോലെ തോന്നും. Alright, I'm leaving. See you. കാശ് റെഡി ആയില്ല, ആ ഓടിയൊന്ന് പുതുക്കി വെക്കേണ്ടി വന്നു. ഓരോ പരിപാടികള്. ചേട്ടനൊന്ന് വിളിച്ച് പറഞ്ഞു നോക്ക്, പൈസ ഇപ്പൊ ഇട്ട് കൊടുക്കാന്ന് പറ. നീ ആ പുതിയ ചെക്കനെ വിളിച്ചേ, എന്നിട്ട് വളരെ നെയ് റോസ്റ്റ് വെച്ചേ. വിഷ്ണു, എടാ നീ പോട്ടെ. ഈ ചെക്ക് മാറാൻ പറ. ആ സാറേ, കാശിട്ടാ ആ പയ്യൻ മറന്നുപോയാന്നേ. ക്യാഷ് താ, ക്യാഷ്. ചേട്ടാ ചേട്ടാ ഈ നെയ്മർ എവിടെ കിട്ടും? നെയ്മറോ? അതൊരു ഫുട്ബോൾ കളിക്കാരനല്ലേ? നെയ്മർ അല്ല, നെയ് സ്പ്രേ. അതെവിടെ കിട്ടും? അതുപോലെ മരുന്നായിരിക്കുന്നേ. നീ ആ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിക്കൂ. പോരാട്ടാ. ആ ചേട്ടാ. ആ എന്നാടാ? ആ ചേട്ടാ ഈ നെയ് സ്പ്രേ ഉണ്ടോ? നെയ് സ്പ്രേ. ആ നെയ് സ്പ്രേയോ? നെയ് സ്പ്രേ ആയിരിക്കില്ല, ന്യൂസ് പേപ്പറിനായിരിക്കും. മുറിവിനുള്ളതാ? ആയിരിക്കും. അത് പൊടിയുണ്ട്, ഓയിൻമെന്റും ഉണ്ട്. ഇത് ഏതാ വേണ്ടേ? ഒന്ന് ചോദിച്ചിട്ട് വരാം. പൊടിയുണ്ടോ? ഇത്തിരി 10 രൂപയ്ക്ക് പറയാൻ പറഞ്ഞില്ല സാറേ. പൊടിയുണ്ട്, മറ്റേ ഓയിൽമെന്റ് ഉണ്ട്. ഏത് വേണം? കുറച്ച് വാങ്ങിച്ചിട്ടേ എന്റെ കുണ്ടി പറ്റ ഒരു നെയ് റോസ്റ്റ് വാങ്ങാൻ പറ്റ. ഹലോ മിസ്റ്റർ പാപ്പച്ചൻ. നീ എവിടെടാ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ഉറങ്ങി കാണുന്നു. ഹേ ഇല്ല, ഇത്തിരി പണി കൊണ്ട് ബാക്കിയുണ്ടായിരുന്നു. നാളെ കൊടുക്കേണ്ടതാ. എന്തായ പെൺകുട്ടി? ഓ, നമുക്ക് ആശ്വസിപ്പിക്കാനല്ലേ പറ്റൂ പാപ്പച്ചായ. ഓരോരോ പ്രശ്നങ്ങളെ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ഏറ്റവും വലുതെന്ന്. അതല്ല, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ചിലപ്പോ വന്നുകളയും.
എന്നാ വെച്ചേക്ക് പപ്പിച്ചായ, വീട്ടിലോട്ട് ഒന്ന് വിളിക്കണം. അപ്പൊ ഗുഡ് നൈറ്റ്. This one. തന്റെ ക്ലാസ് കഴിയാറായോ? ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, വരാൻ സമയം കാണോ ഡോക്ടർക്ക്? ഞാൻ വന്നിട്ട് കുറച്ച് VVIPs ഒക്കെ വരുന്നുണ്ട്. പപ്പയുണ്ടായിരുന്നെങ്കിൽ ഒരു പേടി ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോ എപ്പോഴാ പ്രോഗ്രാം? നെക്സ്റ്റ് വീക്കെൻഡിലാ. ഓക്കെ, ഞാൻ എന്തായാലും വരാം. മൂന്ന് മാസം പോയതറിഞ്ഞില്ല. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. താൻ ഫ്രീ ആണെങ്കിൽ ഈ വീക്കെൻഡ് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? എനിക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റിയില്ല. തനിക്കൊരു ചേഞ്ചും ആവും, എനിക്ക് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. कैसी है? Can you be here for some time? हाँ, आप जाके रेस्ट कीजिए. उमा, उमा. Hello? Look, Reggie, you made this mistake. Why didn't you stick to the antidote you were given? So you know it better. It has got some major side effects and She's too young to withstand it. Why does that bother you? but sir, it is not the unethical way to. Answer the call, Tammy. Follow me. Hey.
प्लीज, मुझे कुछ नहीं पता, मुझे छोड़ दो प्लीज। Caretaker. Sir? Who opened my room? पता नहीं सर। കുറച്ച് ടെസ്റ്റിനെയും കൂടി റിസൾട്ട് വരാൻ ബാക്കിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ മടങ്ങും. ജോലിയുടെ കാര്യം അതിപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ ഇനിയിപ്പം നാട്ടിലേക്ക്. അവസാനം പപ്പ നാട്ടിലേക്ക് പോകാൻ ഒരുവിധം സമ്മതിച്ചതായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ? ये है वो डॉक्टर रहीम। अबे साले तूने ही उसकी ये हालत की है, इसकी जिम्मेदारी कौन लेगा? अपने आप को बड़ा डॉक्टर समझता है ना? चल चल बाहर चल। उमा नो सॉरी सॉरी। क्यों प्रॉब्लम क्रिएट कर रहे हो? तो ट्राई टू अंडरस्टैंड। उमा दिस इज एडवोकेट रघुराम लाल। लाल जी उमा एक एफिडेविट चाहिए। उन लोगों के खिलाफ केस फाइल करने के लिए मुझे आपकी एक साइन चाहिए। सॉरी सर, मुझे कोई लीगल एक्शन नहीं लेना है। मैंने बहुत मुश्किल से लाल जी को कन्विंस किया है। वो बिना कोई रेन्यूमरेशन के हमारा केस लड़ने को तैयार हुए हैं। तुम ये ऑफर क्यों रिजेक्ट कर रही हो?
कम ऑन लालजी, ये हमारा कोई मदद डिजर्व नहीं करता. I destroyed everything, so you don't bother about that. Can we trust that nurse? It's up to me. Don't underestimate that doctor. He's not an ordinary man. यहाँ पुलिस वालों में मेरी बहुत जान पहचान है. हम उस डॉक्टर के अगेंस्ट एक केस फाइल करेंगे. उस नर्स का इशू काफी है उसको अंदर करने के लिए. उसके जेल से आने से पहले उस लड़की का चैप्टर भी हम खत्म कर देंगे. ठीक है. यार कल वो डॉक्टर को गाली देके अच्छा नहीं लग रहा मुझे. जाके उससे माफी मांगना चाहिए ना. किधर मिलेंगे? ये लड़की सब जानता है. मैं आप लोगों से नाराज नहीं हूँ. मैं सिर्फ ये कंपनी की एक एम्प्लॉय हूँ और अभी मैं ये काम से निकला गया. एनीवे, उमा की सारी ट्रीटमेंट की रिस्पॉन्सिबिलिटी मैं लेने के लिए तैयार हूँ. सर, डॉक्टर निर्वन आपसे जल्दी मिलना चाहते हैं. अभी आया. ओके. ഡോക്ടർക്ക് മലയാളം കുറച്ച്. എൻ്റെ വൈഫ് നിങ്ങളുടെ നാട്ടിൽ വരിക. ഓ ആണോ? രജു എന്നെ വരൂ. യെസ്. ദിസ് വേ. Reggie, actually we don't know what medicine they have given to her. Some internal organs are affected seriously, especially respiratory system. So you must be careful. Yep. Are you injected any antidote? No, not yet. Then we can try Ayurveda. There are some different kinds of rejuvenation therapies are available. Think about it. Okay? ആ ആ പാപ്പച്ചായ, ഞാനാ. പറയ്. പാപ്പച്ചാൻ എന്നൊന്ന് സഹായിക്കണം. ഞാൻ ആ പെൺകുട്ടിനെ കൂടെ നാട്ടിലോട്ടൊന്ന് വരുവാ. ഇങ്ങോട്ടോ? കുറച്ചാൾ അവിടെ ഒന്ന് താമസിപ്പിക്കണം. എടാ നീ നാളെ വിളിക്ക്. ഞാൻ അവിടെ ഒന്ന് ആലോചിക്കട്ടെ. ശരി പാപ്പച്ചായ. ആരെ വിളിച്ചത്? റജിയ. അവനാ പെൺകുട്ടിയും കൂട്ടി ഇങ്ങോട്ട് വരട്ടേന്ന്. എങ്ങോട്ട്? ഇങ്ങോട്ട്. എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? ഞാൻ നിന്നോട് വെച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുറ്റം മുഴുവൻ എന്റെ തലയിലിരിക്കട്ടെ എന്നല്ലേ? നിനക്കറിയാലോ കുഞ്ഞമ്മയുടെ സ്വഭാവം. അവൻ പഠിക്കാനെടുത്ത ബാങ്ക് ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ല. അതിനിടയിൽ ജോലിയും പോയി. കൊച്ചാപ്പനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ജോലിയും പോയോ? ഇനിയിപ്പോ നമ്മളും കൂടെ കൈവിട്ട എങ്ങനെയാ? അതോ ഗതി. വാ കിടക്കാം. ടെസ്റ്റ് റിപ്പോർട്ട്സ് കിട്ടിയോ? ഇത്തിരി നാളും കൂടി ചികിത്സ വേണ്ടി വരും. ഞാൻ ഒരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എൻ്റെ ഒപ്പം നാട്ടിലേക്ക് വരൂ. അവിടെയാകുമ്പോൾ ആരെങ്കിലൊക്കെ സഹായത്തിനുണ്ടാവും. ഇടയ്ക്കിടെ ഇനി ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ഇത് മാറാനും മതി. ഡോക്ടർ പറയുന്ന ആയുർവേദം ഒന്ന് നോക്കാനാ. ഡോക്ടർ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ചിന്തിക്കല്ലേ. നമ്മളിപ്പോൾ അസുഖം മാറാൻ വേണ്ടി ഒരു യാത്ര പോകണമെന്ന് കരുതിയാൽ മതി. താനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇതിപ്പോൾ ഒരു കാരണമാണെന്ന് കൂട്ടിയാൽ മതി.
आपसे जल्दी मिलना चाहते हैं। ആലോചിക്കേ, ഞാനിപ്പോൾ വരാം. ഹായ് ഡോക്ടർ, ഇരിക്കൂ. രജി, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ടെൽ മീ ഡോക്ടർ. ഇന്നലെ ഒരാൾ എവിടെ അന്വേഷിച്ചു വരുന്നു. ഐ തിങ്ക് ഹി ഈസ് എ പോലീസ്മാൻ. പോലീസ്മാൻ? സോ എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കണം. എമർജൻസിക്ക് ഞാൻ ഒരു മെഡിസിൻ തരാം. ഓക്കെ. താങ്ക് യു ഡോക്ടർ. യു ആർ വെൽക്കം. താങ്ക്സ് ഫോർ എവറിത്തിങ്. ടേക്ക് കെയർ മാൻ. ഉമ്മ, ഇനി ഇവിടെ നിൽക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. ടിക്കറ്റ് എന്തായാലും ഏകദേശം കൺഫേം ആവാറായിട്ടുണ്ട്. ഉമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എടുക്കാനുണ്ടാവില്ലേ? നിങ്ങൾ അതൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ഞാൻ ഇവിടുത്തെ എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഏകദേശം ഒരു 6 ആവുമ്പോഴേക്ക് അവിടെ എത്താം. എന്തൊക്കെയോ മറന്ന പോലെ. ഞാനിപ്പോൾ വരാം. അമ്മേ, ദാ ഏട്ടൻ വിളിക്കുന്നു. ഏട്ടനോ? ആ. ഹലോ. ആ അമ്മ, ഞാൻ റിജിയ. ഞങ്ങൾ ഞാൻ മറ്റന്നാ എത്തും. അതെന്താ ഇത്ര പെട്ടെന്ന്? നീ ഇവിടെ നിന്ന് തിരികെ പോകുന്നല്ലേ പറഞ്ഞത്? എന്നാന്ന് വെച്ചാൽ ഇവിടെ പണി തീർന്നിട്ടില്ല. 1-2 മാസം കഴിഞ്ഞാലേ തീരത്തുള്ളൂ. എന്നിട്ട് എപ്പോഴാ വരണേ? രാവിലെ വൈകിട്ടോ? രാവിലെ എത്തത്തുള്ളൂ. ആ പിന്നെ റീജന് ബാംഗ്ലൂർ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അവൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, കിട്ടിയില്ല. ആഹാ. ഓ, അതങ്ങനെയാ. ചില ദിവസങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടത്തില്ല. എന്നാ വെച്ചേക്കട്ടെ. ശരി, മറ്റന്നാ കാണാം. എടി റിനി, നാളെ കഴിഞ്ഞ് അവനിങ്ങ് വരുന്നുണ്ട്. ആ പാപ്പച്ചേ. ആ പറടാ, വെളുപ്പിന് 4 മണിയല്ലേ? അതെ. റൈറ്റ് ടൈം അല്ലേ? അതെ. പാപ്പച്ചൻ സ്റ്റേഷനിലോട്ട് എത്തില്ലേ? ശരി, ഞാൻ എത്താം. 4 മണിയാകുമ്പോൾ എത്താം. ഓക്കെ. പിന്നെ നമ്മൾ ചാടിക്കറി വാശിക്ക് വഴിയൊന്നും വേണ്ട നിൽക്കണ്ട.
ഞാനത് സംസാരിച്ചു പോട്ടെ, എന്നിട്ട് നോക്കാം. നിങ്ങൾ ഇരിക്കും, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ശരി, ഇരിക്കേട്ടോ. എന്നെക്കൊണ്ട് മീശപ്പച്ച. നീ എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ. മീശപ്പച്ച രാവിലെ നടക്കാറിങ്ങിയതാ. ദിവസവും ഇമ്മിണി നേരെ നടക്കണമെന്നല്ലേ നിങ്ങൾ ഡോക്ടർമാർ പറയണത്? ഇതെന്നാ വടിയൊക്കെയോ? ഏയ്, പട്ടികളൊക്കെ കണ്ടമാനം അങ്ങ് പെരുകിയിരിക്കല്ലേ, ഒരു കരുതൽ. അതിനെന്താ, ആ മീശ അങ്ങ് പിരിച്ചാ പോലെ. ഒന്ന് പോടാ. ഈ കൊച്ച് ഇവന്റെ ഫ്രണ്ടാ. നമ്മുടെ നാടൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ആയിക്കോട്ടെ, കാണാം. ശരി എന്നാ. നിനക്ക് ഞങ്ങളുടെ നാട് ഇഷ്ടായോ? ചേച്ചി. റെജി, ഇറങ്ങിയോ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. പതുക്കെ. വാ. ഞാൻ പിടിക്കണോടാ? വേണ്ട വേണ്ട. ഈ റൂം ഉപയോഗിച്ചോളൂ കേട്ടോ. ഇതാ ബാത്റൂം. ഞാനൊന്ന് വീട് വരെ പോയിട്ട് രോപിച്ചേ. ഞാൻ കൊണ്ടാകും തന്നെ. വാ. ഞാനെന്നാ ഇറങ്ങട്ടെ. നാളെ കുറച്ച് നേരത്തെ വരാം. നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്നാ ഉണ്ടല്ലോ ഇവിടെ പറഞ്ഞാ മതി. സ്വന്തം വീടായിട്ട് കണ്ടാൽ മതി കേട്ടാ. ഞാൻ നോക്കിട്ട് വരാം. ശരി. ദാ കട്ടൻ കാപ്പി. നേരെ ഒരുപാടായി. ഞാൻ സോപ്പും വെള്ളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കുളിച്ച് റെഡിയാവും കേട്ടോ. ശരി. ഇതാ ഇവിടേക്ക്. ഇന്ന് നല്ല പോലെ ഒഴി. തിരുമേനി, അവര് വന്നിരിക്കണു. അവരോട് അവിടെ ഇരിക്കാൻ പറയും. ഞാനിതേ വരുന്നു. അതുങ്ങൾ വന്നിട്ട് ഇച്ചി നേരമായോ? ഇല്ല, ഇപ്പൊ എത്തിയുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ കുട്ടി. ഇത് രജി. ഡോക്ടർ ഭാഷയൊക്കെ അറിയാവോ? അറിയാം. മോളെ, ദേ പാപ്പിച്ചനൊക്കെ വന്നിട്ടുണ്ട്. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. മോന്റെ മൂത്ത കുട്ടിയാ. ഇവൾക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് താമസവും അഡ്മിഷനും ഒക്കെ ശരിയാക്കിയത് ഈ പാപ്പിച്ചനാ. ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ്. ഫൈൻഡിങ്സ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാ. ഒരു 2 ആഴ്ച ഇവിടെ നിൽക്കേണ്ടി വരും. 3 ആഴ്ചത്തെ മരുന്നും കഴിക്കേണ്ടി വരും.
എന്താ വിരോധാവോ? ഇല്ല, കുഴപ്പമില്ല. ആ പിന്നെ ഡോക്ടറും വേണം. ശരി, നമ്മുടെ ഔട്ട് ഹൗസ് താമസിക്കാം. എന്താ? ആയിക്കോട്ടെ. ഇപ്പൊ ഒരു കുറവൊക്കെ കാണുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം എന്താന്നുള്ളത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ വില്ലേജ് വിടും. പിന്നെ ഒരു 3 ആഴ്ച മരുന്ന്, അത്രേ ഉള്ളൂ. അപ്പോ അത് കഴിഞ്ഞാൽ നിനക്കും പോണ്ടി വരില്ലേ? ആ, അമ്മ റീജിനെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചായിരുന്നു. അവിടെ എന്തോ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഒന്നും അങ്ങ് മനസ്സിലായില്ല. ആ ട്രെയിനിങ് നടന്നോണ്ടിരിക്കാന്നാ പറഞ്ഞേ. അവിടെ താമസമൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാംഗ്ലൂരല്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കടി. നീ എന്നിട്ട് പോയേ. ആ പ്രസിഡന്റ് അങ്ങ് ഉദ്ഘാടിച്ചേ. നമുക്ക് വഴിക്ക് വേണ്ട സ്ഥലം വിട്ട് തന്ന നമ്മുടെ കൊച്ചുപാപ്പി തന്നെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് ഉദ്ഘാടിച്ചേക്കാം. ഒരു പടം എടുത്തേ. പിന്നെ നാളെ ഫ്രണ്ട് പേജ് വരാനുള്ളല്ലേ? ഓക്കെ. കഴുത്ത് ഓടിച്ചു കളഞ്ഞല്ലോ. അവരെന്തേടി? അതുണ്ട്, ഇപ്പൊ വരും. എന്താ എന്റെ റിസൾട്ട്? അടുത്ത ആഴ്ച വരുമെന്നാ പറഞ്ഞു. ജയിക്കോ? ആർക്കറിയാം. നീ പോരണ്ട? കുറച്ച് നേരത്തെ പറഞ്ഞൂടായിരുന്നു. അടുത്ത പ്രാവശ്യം നേരത്തെ പറയാം. ഓ ആയിക്കോട്ടെ. ശരി എന്നാ ഞാൻ പോട്ടെ. ഹലോ ഹലോ. ആ ആ എടാ വണ്ടി എടുത്തേ. ആ പറ. അത് നമ്മൾ പറഞ്ഞല്ലെന്ന്. ആ ആ ആ എന്നാലും എന്റെ പാപ്പിയെ, ഞാൻ വീണ് കാലൊടിഞ്ഞ് കിടന്നിട്ട് നീ മാത്രം വന്നില്ലല്ലോ. ഈ കാണാവുന്ന ആൾക്കാരെല്ലാം വന്നു. ആകെ തിരക്കിപ്പെട്ട് ഈ കാര്യം വിട്ടുപോയി. അടുത്ത തവണ ചേട്ടത്തിന്റെ കാലോടെയും ഈ പാപ്പിയോടെ ഉണ്ട്. പോടാ. സമാധാനായില്ല. പോവാ. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണ മരുന്നുകളൊക്കെ തുടർന്നോളൂ. ശരി. അതിന്റെ കൂടെ ദാ ഈ മരുന്നും കഴിച്ചോളൂ. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ മോളെ. മനുഷ്യരോടൊക്കെ എന്ത് നന്ദി പറയാനാ? മോള് ദൈവത്തിനോട് നന്ദി പറഞ്ഞാ മതി. ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ, ഇറങ്ങിക്കോളൂ. എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. തീർച്ചയായും. പാപിജയ, ഞാനന്നാ വീഡിയോയും ഡീറ്റെയിൽസ് വായിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അയാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് സൗത്ത് ഏഷ്യയിൽ ഇത് സ്ഥിര സംഭവം എന്നാ. ഒന്നാമത് ഇന്ത്യ ഇത്ര വലിയ മാർക്കറ്റ്. ഇവിടെ ഇപ്പൊ ആർക്ക് എന്ത് വേണേ ചെയ്യാലോ. അത്രക്ക് ഫ്രീഡം അല്ലേ. ഇതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നേ. അത് ഉറപ്പല്ലേ? ആ അമേരിക്കാരനായിരിക്കും. അത് മാത്രമല്ല, അവരുടെയും പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ട്. ഈ കോർപ്പറേറ്റ്സിന്റെ കളി നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം വന്നേ. അവന്മാരൊക്കെ പ്രോഫിറ്റിന് വേണ്ടി എന്തും ചെയ്യും. സാരല്ല, നീ സമാനിക്ക്. നമ്മൾ സത്യം വിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ, കൂടി വന്നാൽ അമേരിക്ക വരെ ഒന്ന് പോകേണ്ടി വരും.
അവനങ്ങ് പൊക്കിക്കൊണ്ട് വരും. പാപ്പിച്ചേന ആ. കേരളം വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? അത് വിട്, പൊക്കണം പറഞ്ഞ പാപ്പി പോക്കും. മരുന്ന് കുടിക്കേ. അവരൊക്കെ എപ്പോഴാ വരുന്നേ? ചിലപ്പോൾ താമസിക്കായിരിക്കും. എസ്റ്റേറ്റിലും ടൗണിലൊക്കെ പോകണ്ടേ. എന്നാലും സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങ് എത്തുമായിരിക്കും. എന്തേ? ഏയ്, ഹാ, അവരായിരിക്കും. ഒന്ന് ചെന്ന് വാതിൽ തുറക്കോ? ആളെങ്ങ് ഉഷാറായല്ലോ. വാങ്ങിച്ചോ? അവൻ വാങ്ങിച്ചാ? അയ്യോ, അയ്യോ, എന്റെ കറി ഇപ്പൊ കരിയും. കരിക്കേണ്ട കറി. ഇങ്ങോട്ട് വന്ന് മറ്റേ മാനങ്ങളൊക്കെ സമാധാനം. ചായ. ആ ദാ റജിയ. ആ എവിടെയാടാ? വേം വാ. ഇപ്പൊ പോയാലും അവിടെ നിൽക്കാൻ പോലും സ്ഥലം കിട്ടില്ല. ഇറങ്ങ. ആ അതെ, നിങ്ങൾ അടിയിലോലും ഇട്ടിട്ടുണ്ടോ മനുഷ്യ? നീ ഒന്നും മിണ്ടായിരുന്നതിനെ പറ്റി. നാട്ടുകാർ കൂടെ എന്റെ പൊക്കി വെക്കാൻ പോണോ? അടിയിലിട്ടുണ്ടോന്ന് നീ ഒന്ന് പോയേ. എവിടേക്ക് പോണേ? ആ മീൻ പിടിക്കാൻ. ഞാനും വരട്ടെ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. പോവാ. എടാ അവളും കൂടി വരണമെന്ന്. ഇങ്ങോട്ട് ഞാനോടി വന്നോട്ടെ പ്ലീസ്. അത് ശരി, ഒരു കാര്യം ചെയ്യാം. കൊടയെടുത്തേക്കാം, മഴ എങ്ങാനും പെയ്താലോ. എടേ മോളെ, അതെ ആ പണ്ടാരൊക്കെ ഇട്ട് പോയാൽ ചെളിയിൽ മുങ്ങി പോട്ടാ. ആണോ? ഐഹീല, നല്ല കാര്യായി. പിടിച്ചോ. സൂക്ഷിച്ചു പോണേ. ഓ പോയിക്കോളാവേ. ദേ, ഉമ്മയ്ക്ക് നല്ലപോലെ പനിക്കുന്നുണ്ട്. അവനെ ഒന്ന് വിളിച്ചേ. എടാ രജി, നീ പെട്ടെന്ന് തോന്നി ആ കൊച്ചിന് പനിക്കണ്ട്. ആ അവനെ പോരും. വൈദ്യുതി വിളിച്ചേക്കല്ലേ? ആ എന്താ പാപ്പി, ആ കുട്ടിക്ക് പനിച്ചോ? ആ പനിച്ചു. രജി വിളിച്ചിരുന്നോ? ഇല്ല, ഇനി നമുക്കൊന്നും പേടിക്കാനില്ല. ആ മരുന്ന് തന്നെ തുടർന്നോളൂ. വേണമെങ്കിൽ ഒരു തുണി എന്തെങ്കിലും നനച്ച് നെറ്റിയിലിട്ടോളൂ. രാവിലെ ആകുമ്പോഴേക്കും നല്ലതുപോലെ വേർത്തോളൂ. പേടിക്കാനൊന്നുമില്ലടൂ. ഇപ്പൊ പനി വന്നതേ നല്ല ലക്ഷണമാണ്. ആ എങ്കിൽ ശരി, നാളെ വിളിക്കാം. എന്താ പറഞ്ഞേ? പനി വന്ന് നല്ല ലക്ഷണമാണ് വൈദ്യുര്. ഇനി കുഴപ്പമില്ല, പേടിക്കണ്ട. എന്തായി? കുഴപ്പമില്ലടാ, വൈദ്യുരൊക്കെ പറഞ്ഞു. ഓ, ഞാൻ പേടിച്ചു പോയി. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കിടന്നോ, ഞാൻ ഇവിടെ നിന്നോളാം. നീ കിടന്നോ, ഞാൻ ഇതൊന്ന് എഴുതി തീർത്തിട്ട് വരാം.
അപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ? ടെമ്പറേച്ചർ ഇല്ല. എണീറ്റോ? How you feel now? എണീറ്റോളൂ. അതെ അതെ അതെ. കരിങ്ങാലി കാതല്. ആ, ചെറുള്ളി എടുത്തോളൂ. ഓ ആയിക്കോട്ടെ. ആ ഇരിക്കും. ആ ശരി ശരി. ആ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ നമുക്കിനി ആ മരുന്ന് അങ്ങോട്ട് നിർത്താം. ശരി. ആ ഇനി എന്നാ മോള് മടങ്ങുന്നത്? തീരുമാനിച്ചിട്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ആ മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടായി. സൂക്ഷിച്ച്. ഇതൊരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും ഇവിടെ വരാതെ പോവില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 4 മണിയാകുമ്പോൾ ഒരു കാറ്റ് വരുന്നു. കൃത്യം 4 മണിക്കോ? ആ, വലിയ വ്യത്യാസം വരാറില്ല. ഒരു 6 മണി വരെ കാണും. പിന്നെ ഇവിടെ കണ്ണടച്ച് നിന്ന് ഈ കാറ്റിനോട് എന്താഗ്രഹം പറഞ്ഞാലും അത് നടക്കും. ഏട്ടാ, മണി 8 എഴുന്നേൽക്കുന്നില്ലേ? ഓ എന്തൊരു ഉറക്കാടാ ഇത്. എടാ ഇങ്ങോട്ടൊന്ന് എണീറ്റേ. അവര് കുറച്ചുപേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ ആ മാത്തുക്കുട്ടറ മോളുടെ കാര്യം? അപ്പൊ നീയല്ലേ പറഞ്ഞത് അവളെ കണ്ടിട്ടുണ്ടെന്ന്? ഒന്നും കാണാതല്ല മാത്തുക്കുട്ടി പണം തന്നത്. അവർക്ക് ഇപ്പൊ നടത്താനും സമ്മതാ. നീ എണീറ്റ് വേഗം റെഡി ആയിക്കേ. നീ എഴുന്നേറ്റേ. വേഗം റെഡിയാവും. ചായ. ഫോട്ടോ ഉണ്ടോ കയ്യില്? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. നീ അവൾക്ക് വല്ല ഉറപ്പും കൊടുത്തണ്ടോ? പിന്നെന്താ? അതിപ്പോ എങ്ങനെയാന്നേ, ആ മാത്തൂട്ടിച്ചനടുത്ത് അമ്മ വാക്കം കൊടുത്തല്ലേ വന്നേക്കണേ. ഇനിയിപ്പോ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാ ഒരു പിടിയും കിട്ടണില്ല. ഇനിയിപ്പോ തിരിച്ചു കൊടുക്കാന്ന് വെച്ചാൽ 1-2 രൂപ വല്ലോ ആണോ? പൈസ വാങ്ങി പഠിച്ചിട്ട് ഇപ്പൊ എന്തായി? ഒരു പെണ്ണിന്റെ ജീവിതം കൂടി കൊണ്ടുപോയി തൊലച്ചു. സാറിൽ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അവളോട് ഇഷ്ടം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ആദ്യം നീ അത് തുറന്നു പറ. ഇനി അവൾക്ക് അങ്ങനെ നിന്നെ ഇഷ്ടമല്ലെങ്കിലോ?
വായിക്കൂ. വായിക്കാം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിനു ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ. തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പുകൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ശബ്ദം അവൻ കേട്ടു. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അത് ഉമ്മ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു. ഞാൻ നമ്മുടെ കാര്യം എൻ്റെ അമ്മയുടെ അടുത്ത് പറയാൻ പോവാം. സമയം ഒത്തിരി. ചേച്ചി, റെജിയൊക്കെ വരുന്നത് ഈ പള്ളിയിലാണോ? ദേ പോന്നു. ആന്റി, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇത് റെജിയുടെ അമ്മ അനിയത്തി. നീ അങ്ങോട്ട് നടക്ക്. ഒരു കാഴ്ചയും കണ്ട് നിൽക്കാണ്ട് നടക്കങ്ങോട്ട്. ഇത് പണ്ട് പള്ളിയിൽ നാടകം കളിച്ച മീശപ്പച്ചനൊക്കെയാ. ബാക്കി ആരൊക്കെയാണാവോ? ഇത് ഞാൻ, ഇത് പാപ്പിയുടെ അപ്പൻ, ഇത് ജോബ്, ഇത് റെജിയുടെ അപ്പൻ. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ജോബുണ്ടോ ആവോ? ഇല്ല. മോള്? ജോബിന്റെ മോള്. അവന് കലയോടൊക്കെ ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നല്ലോ. അപ്പൻ അവനോട് എന്നും ദേഷ്യമായിരുന്നു. അവൻ കുഞ്ഞന്നാമ്മയുമായിട്ട് ഇഷ്ടത്തിലായിരുന്നല്ലോ. അവളെ അവൻ്റെ ചേട്ടന് കെട്ടിച്ചു കൊടുത്തു. അവൻ അത് അറിഞ്ഞപ്പം നാടുവിട്ടതാ. എങ്ങോട്ടാന്ന് ഒരു വിവരവും ഉണ്ടായില്ല. എന്നിട്ട് അവരൊക്കെ എവിടെയാ?
കുഞ്ഞന്നാമ്മയുടെ അപ്പൻ ഭയങ്കര സൂത്രശാലിയായിരുന്നു. അയാൾ വസ്തുവെല്ലാം കൊച്ചുകുഞ്ഞിൻ്റെ അന്നമ്മയുടെയും പേർക്ക് എഴുതി വെച്ചു. കച്ചവടത്തിനായി മുടക്കി അവസാനം കിടപ്പാടം വരെ വിൽക്കേണ്ടി വന്നു. അതാ ഇപ്പൊ റെജിയൊക്കെ താമസിക്കുന്ന വീട്. അവര് മദ്രാശിയിലോ മറ്റോ പോയെന്നല്ലാതെ പിന്നെ കണ്ടിട്ടേയില്ല. കൊച്ചുകുഞ്ഞ് നല്ലവനായിരുന്നു. അവൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ജോബനൊന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൻ പിന്മാറിയനെ. അവൻ പോകാൻ നേരം ജോബിന്റെ പേരിൽ കരാറാക്കി ഇത് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്നെങ്കിലും അവൻ തിരികെ വന്നാൽ കൊടുക്കാൻ. ഇനി ഇത് മോളുടെ. കഴിച്ചിട്ട് പോവാം. ഓ പിന്നെ കഞ്ഞിയും പയറുമല്ലേ. എത്തിയോ? ഇന്നെന്താ രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കറി? ചക്കക്കുരു മാങ്ങയും ചെമ്മീനും. അടിപൊളി. ഞാൻ കുളിച്ചിട്ട് വരാം. വിട്ടോ. രാവിലെ നമുക്ക് 8 മണിക്കെങ്കിലും പോണം. എങ്ങോട്ട്? നാളെ അല്ലേ നമ്മൾ ടെക്സ്റ്റൈൽസ് പോകാൻ തീരുമാനിച്ചേക്കണേ. നേരത്തെ പോയാൽ വേഗം തീർത്ത് ഇങ്ങോട്ട് തിരിച്ചു വരാം. ആയിക്കോട്ടെ. നമ്മുടെ ഉമ്മ എന്ത് ചെയ്യുന്നേ? ആ മുറിയിലുണ്ടല്ലോ, എന്തൊക്കെയോ അടുക്കി പറക്കുന്നുണ്ട്. എന്തിപ്പോ വരാം. ഹലോ. ഇപ്പൊ വന്നേ ഉള്ളൂ. പിന്നെ നാളെ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഒന്ന് റെഡി ആവണം. നാളെ നമ്മൾ മറ്റേ കല്യാണ ഡ്രസ് എടുക്കാൻ പോകാൻ തീരുമാനിച്ചേക്കണേ. അതിന് ഞാൻ വരണോ? പിന്നെ വേണ്ടേ? ഞാനിവിടെ നിന്നോളാം. ഒറ്റയ്ക്കോ? അതൊന്നും ചെയ്യാത്തില്ല. ഞാനിന്നും അങ്ങനെ തന്നെയല്ലേ, പിന്നെന്താ? പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കമ്പനി തന്നെയുള്ള മാനേജ്മെന്റിൽ ഒരാളായിരുന്നു ഇതിനെല്ലാം റെസ്പോൺസിബിൾ. കോടികൾ വാങ്ങിച്ച് സൗത്ത് ഏഷ്യയിലെ മിക്ക ഓപ്പറേഷൻസും ഫെയിലിയർ ആക്കലായിരുന്നു ഇവന്റെയൊക്കെ പരിപാടി. അയാളെ കമ്പനി പുറത്താക്കി. പിന്നെ ഇവൻ റെജുലാഷ, ഇവനിപ്പോ അകത്താ. ഉമ്മക്ക് എന്തായാലും കമ്പനി കോമ്പൻസേഷൻ തരും. അത് മാത്രമല്ല അവന്റെ പല ഡയറക്ഷൻസും ഫേക്ക് ആയിരുന്നു. എനിക്ക് അപ്ലൈ തോന്നിയത് അവൻ മഹാ ഫ്രോഡാണ്. എന്തായാലും ഇത്ര എത്തിയില്ലേ, ദൈവഭാഗ്യം. ഇപ്പൊ രാവിലെ കാണാം. റെഡി ആയിട്ടിരിക്കണം. ഓക്കെ. നിങ്ങൾ നേരത്തെ എത്തിയോ? എന്റെ പാപ്പി നേരത്തെ എത്തിയാൽ അത്രയും നേരത്തെ വീട്ടിൽ പോകാമല്ലോ. ഇവരെയൊക്കെ അകത്ത് കയറ്റിയാലത്തെ കാര്യം അറിയാമല്ലോ. കന്നിനെ കയ കാണിക്കുന്ന പോലെയാ. അല്ല, റീജൻ വന്നില്ല. റീജൻ വരുന്നേ ഉള്ളൂ. എപ്പോ എത്തി? എന്നാ ഉണ്ട്? നിനക്കെടുക്കണ്ടേ? ആ 3 ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചേക്കാം. അവരോടൊന്ന് ഫൈനലൈസ് ചെയ്യാം. മോളെ ആ 3 മാറ്റി വെച്ചേരെ. അപ്പൊ ശരിടാ. പാപ്പിച്ച ദോ അവിടെ ഉണ്ട്. എന്തായി എടുത്തോ? എന്താ വണ്ടി വൈകി? ഓ, വന്ന വഴിക്ക് മുഴുവൻ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഓ അത് ശരി. നിങ്ങളെ ചെല്ലേ നോക്കിയോ. ഞാൻ സാരി ഒന്നുമല്ല കൊടുക്കുന്നേ. എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്ക്. ഓർമ്മ എടുക്കുന്നേ. എന്നാ പറ്റൂടാ? ആകെ വയ്യാണ്ടായിരുന്നേ.
ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സ്വന്തമെന്ന് കരുതിയതൊക്കെയും സ്വന്തമല്ല എന്ന് തിരിച്ചറിഞ്ഞ ദിവസം. ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ സ്നേഹിക്കുന്നവരെന്നും അടുത്തുണ്ടാവണമെന്ന ആഗ്രഹമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരെയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഒറ്റയ്ക്കാണെന്ന് തോന്നൽ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഒത്തിരി സന്തോഷങ്ങൾ സമ്മാനിച്ച് ഈ നാട് വിട്ടുപോകാനാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെന്നും ഏതെന്നും എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യണം പപ്പ? ഹലോ. അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം. ഇപ്പോഴോ? അതിനിപ്പോ സമയം എന്തായെന്ന് വെച്ചിട്ടാ? രാവിലെ വന്നാ പോരെ? പോരാ, ഇപ്പൊ തന്നെ വരണം. എന്നാന്ന് പറ. അതൊക്കെ വന്നിട്ട് പറയാം. പിന്നെ ബൈക്കിന് വന്നാ മതി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നോളാം. നാല് മണിയായോ? 4 മണി കഴിഞ്ഞു. ഇപ്പൊ ഈ സമയത്ത് ഇവിടെ കാറ്റുണ്ടാവില്ലേ? അറിയില്ല. ഏയ് ഉമ്മ, ഞാൻ വ്യാഴാഴ്ചത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇനി ചെറിയൊരു ജോലി തരപ്പെടുത്തണം. എക്സാം ഫീ അടയ്ക്കാൻ ഭാരതിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ പ്രശ്നങ്ങൾ വഷളാവേ ഉള്ളൂ. എന്തിനാ ഡോക്ടർ നിങ്ങൾ എന്നെ രക്ഷിച്ചത്? ഈ കാറ്റിൽ അലിഞ്ഞില്ലാതായെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവുക. അപ്പൊ പോവാൻ തീരുമാനിച്ചോ? ഇത് പറയാനാണോ ഇവിടം വരെ വന്നേ? ഞാൻ വിചാരിച്ചു. എന്ത്? വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നല്ലേ പറയാറ്? ഭൂമിയിലൊരു സ്വർഗമാണ് ഇവിടെ. ഈ കാറ്റിനെയും ഈ മലകളെയും ഈ പ്രഭാതത്തിനെയും സാക്ഷിയാക്കി ഞാൻ
പാപ്പുച്ചിയോട് ആ കുട്ടിയോട് എന്നെ സമാധാനം പറയും. ഏത് കുട്ടിയോട്? അവളോട് അവൻ സമാധാനം പറഞ്ഞോളൂ. ഞാൻ എല്ലാം ആ കുട്ടിയോട് തുറന്നു പറഞ്ഞു. പാപ്പിച്ചേനെ റീജിനെ പറഞ്ഞ് സമീപിച്ചത്. എന്നിട്ട് എന്നോട് മാത്രമേ എന്ത് കരയരുത്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു.